മധുവങ്കളോ സെർലാക്ക് സെർലാക്ക് എനിക്കറിയാം. സെർലാക്ക് എന്നുവെച്ചാ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് ടോപ്പ് സിംഗർ വന്നു ഞാൻ പറഞ്ഞല്ലോ. കുഞ്ഞെന്ന് വെച്ചാൽ 13 വയസ്സ് വന്നല്ലോ. അപ്പൊ ആ സമയം തൊട്ടേ മധുവങ്കളാണ് എനിക്ക് സെർലാക്ക് വാങ്ങിത്തരാം. തീരുമ്പോ മധുവങ്കൾ എന്റെ 20 വയസ്സിലും മധുവങ്കളാണ് എനിക്ക് സെർലാക്ക് വാങ്ങിത്തരാം. എനിക്ക് മധുവങ്കളും അതെ ആന്റി അത് ആന്റി അത് എന്ന് വെച്ചാൽ എനിക്ക് എന്ത് വേണം. ഞാൻ ഇപ്പോഴും ഓർക്കും ആന്റി. ഞാനൊരു ദിവസം മധുവങ്കളോട് ഇങ്ങനെ പറഞ്ഞു, മധുവങ്കൾ എവിടെയോ പോയിട്ട് വന്നിട്ട് എന്നോട് കുനാഫ തിന്ന കഥ പറഞ്ഞു. അപ്പൊ മധുവങ്കൾ എനിക്ക് തരാണ്ട് കഴിച്ചില്ലേ കുനാഫ, എനിക്കും കുനാഫ വേണം. എന്നുവെച്ചാൽ അവരുടെ അടുത്ത് ഞാൻ ഭയങ്കര ഇത്രയും ചെറുപ്പം തൊട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് എന്റെ വീട്ടിലുള്ളവരൊരു കംഫർട്ട് സോൺ ആണ് അവരെല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തരാതെ മധുവങ്കൾ കുനാഫ തന്നു, എനിക്ക് മേടിച്ച് തന്നില്ല. അപ്പൊ ഞാൻ ഇത് ആന്റിയെ വിളിച്ച് പറഞ്ഞു, ഇത് കണ്ടോ മധുവങ്കൾ എനിക്ക് കുനാഫ തന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പോ ആന്റി അന്ന് തൃപ്പൂണിത്തറയിലോ എങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോ രാത്രിയായപ്പോ ഞാൻ ഒരു ഉച്ചയായപ്പോ ഇത് വിളിച്ച് പറഞ്ഞു. രാത്രിയായപ്പോ മധുവങ്കളുടെ വേറൊരു ലക്ഷറി വണ്ടി വന്നു നിന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്തിനായിരിക്കും, ഇപ്പൊ മധുവങ്കൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനായിരിക്കും വണ്ടി വന്നത്. അപ്പൊ എന്നെ വിളിച്ചു, എന്നെ ആന്റി വിളിച്ചിട്ട് നീ കാറിന്റെ അടുത്തോട്ട് ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോ ഒരു വണ്ടി നിറച്ച് കുനാഫ. എന്നുവെച്ചാ എല്ലാ ഫ്ലേവറും ആ കടയിൽ കിട്ടുന്ന കുനാഫയുടെ എല്ലാ ഫ്ലേവറും. അത് ഞാൻ എത്ര വലുതായാലും മറക്കൂല കേട്ടോ. ഞാൻ തിന്ന് ചെകിടിച്ചു പോയി. അതുപോലെ ഞാൻ കഴിച്ചു വന്ന്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ആന്റി അത് തരാൻ വേണ്ടി മാത്രം, അത് ഞാൻ പറഞ്ഞ കടയിൽ നിന്ന്, ആ കടയുടെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞ കടയിൽ നിന്ന് പോയി കുനാഫ വാങ്ങിക്കൊണ്ട് വന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അത് എനിക്ക് വേണ്ടി ഭയങ്കര എഫേർട്ട് എടുക്കാറുണ്ട് മധുവങ്കളായാലും അതെ ആന്റി ആയാലും അതെ. എന്റെ എന്ത് കാര്യത്തിലും പിന്നെ മധുവങ്കളാണ് എനിക്ക് ഇഷ്ടം. ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കൊണ്ടുതരികയൊക്കെ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മധുവങ്കൾ പുറത്തു പോകാൻ പറഞ്ഞു, എനിക്ക് ബർത്ത്ഡേക്ക് എന്താ വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഗുച്ചിയുടെ പെർഫ്യൂം വേണം. ഞാൻ ചുമ്മാ പറഞ്ഞതാ, പക്ഷെ മധുവങ്കൾ എനിക്ക് ഗുച്ചിയുടെ പെർഫ്യൂം കൊണ്ടു തന്നു. ഞാൻ അതാണ് പറഞ്ഞത്, പെർഫ്യൂം ഒക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ എന്തിന്. അപ്പൊ പിന്നെ സെർലാക്ക് അതെ എപ്പോഴും ഞാൻ മധുവങ്കളുടെ അടുത്ത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് സെർലാക്ക് തീർന്നു, കാരണം സെർലാക്ക് തീർന്നു. അപ്പൊ മധുവങ്കൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. മധുവങ്കൾ കറക്റ്റ് ആയിട്ട് അറിയാം എനിക്ക് ഏത് സെർലാക്കിന്റെ ഫ്ലേവർ ആണ് ഇഷ്ടം എന്നുള്ളതൊക്കെ. അവിടെ ഓരോ ആൾക്കാരും അങ്ങനെയാണ്. എനിക്ക് അത് ഭയങ്കര കൗതുകം കേട്ടോ, കാരണം സെർലാക്ക് നമ്മൾ ഒരു 5 വയസ്സിനൊക്കെ മുമ്പ് നിർത്തും. പക്ഷെ ഭയങ്കര ടേസ്റ്റ് അല്ലേ അതിന്, ഭയങ്കര ടേസ്റ്റ് അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടം. വീട്ടിൽ ചോദിച്ചാൽ മേടിച്ച് തരികയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ സെർലാക്ക് തിന്ന് തീർക്കരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മേടിച്ച് തരികയില്ല ഇവിടെ നിന്ന് അങ്ങനെ. പക്ഷെ അതുകൊണ്ട് ഞാൻ മധുവങ്കളുടെ അടുത്ത് അതിപ്പോ ആരാണെങ്കിലും അതെ കേട്ടോ. MG അങ്കിളാണെങ്കിലും അവിടെ നിന്ന് ഞാൻ ചിലപ്പോൾ അങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കര വിശക്കുന്നു എന്ന് പറയുമ്പോഴേ എനിക്ക് ഭക്ഷണം വാങ്ങി തരും. അവരെല്ലാരും അങ്ങനെയാ. ഇപ്പൊ MJ അങ്കിൾ വന്നപ്പോഴായാലും അങ്കിളായാലും ഒക്കെ എനിക്ക് അങ്ങനെ ഒരാളെ പോലും പറയാനില്ല, എല്ലാരും.